നമസ്കാരം, ഞാൻ ഡോക്ടർ ഹാപ്പി ദീപു. കുട്ടികളുടെ ആരോഗ്യം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങൾ. ആദ്യമായി ആഹാരവും വെള്ളവും. മഞ്ഞപ്പിത്തം, വയറിളക്കം പോലുള്ള ജലജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കൊടുത്തുവിടുക. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഫുഡാണ്. നമ്മുടെ ദിവസത്തിലെ ഫുൾ എനർജിയും കിട്ടാൻ ഏറ്റവും സഹായിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യാതെ കൃത്യമായി കുഞ്ഞുങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. കൃത്യമായ സമയത്തും കൊടുക്കുക. കുട്ടികൾക്ക് പോഷകം അടങ്ങിയ ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക. പ്രധാനമായി പച്ചക്കറികളിൽ ബീട്രൂട്ട്, ക്യാരറ്റ്, മുരിങ്ങ, ചെറുപയർ ഉൾപ്പെടുത്തുക. പഴവർഗ്ഗങ്ങളിൽ ആപ്പിൾ, ഓറഞ്ച്, ഈന്തപ്പഴം, അതുപോലെ മാമ്പഴം സുലഭമായി ലഭിക്കുന്നതാണ്. അത് നാരടങ്ങിയതിനുള്ളതിനാൽ കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നു. ബദാം ഉൾപ്പെടുത്തുക. അതുപോലെ വാൾനട്ട്, ഇതെല്ലാം കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അടുത്ത പ്രധാനമായ രണ്ടാമത്തെ കാര്യമാണ് വ്യക്തി ശുചിത്വം. കൈകാലുകളിലെ നഖങ്ങൾ വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. സൂര്യപ്രകാശത്തിൽ ഉണങ്ങിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. അടിവസ്ത്രങ്ങൾ പ്രധാനമായിട്ടും നനഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഫംഗൽ പോലത്തെ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പുറത്തു പോകുമ്പോൾ പാദരക്ഷകൾ ഉപയോഗിക്കുക. പീരീഡ്സ് ആയ പെൺകുട്ടികൾ നിർബന്ധമായി പാഡുകൾ, സാനിറ്ററി പാഡുകൾ 3 മണിക്കൂർ ഗ്യാപ്പിൽ മാറ്റി ഉപയോഗിക്കേണ്ടതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശുചിത്വം തന്നെയാണ്. വീടും പരിസരവും സ്കൂളിൻ്റെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ജലജന്യ രോഗമായ ഡെങ്കു, കൊതുക് മുട്ടയിടുന്ന വഴി നമുക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നതിൽ കുട്ടികൾ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. എലിപ്പനി പോലത്തെ ജന്തുജന്യ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ട്രാഫിക് റൂൾസിനെ പറ്റിയുള്ള അവബോധം. കുട്ടികളിൽ തീർച്ചയായും സീബ്ര ക്രോസിങ്ങിലൂടെ മാത്രം റോഡ് മുറിച്ച് കടക്കുവാൻ കുട്ടികൾ ശ്രദ്ധിക്കുക. അതുപോലെ കൈയും തലയും പുറത്തിടാതെ ശ്രദ്ധിക്കുക. റോഡിൻ്റെ പരിസരത്ത് ഓടിക്കളിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ പോയിന്റ് പ്രധാനമായിട്ടുള്ളത് ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അവരുടെ പ്രായത്തിനനുസരിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ വ്യത്യാസമുണ്ടായാൽ അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും വിദഗ്ധരുടെ സഹായം തേടുകയും ചെയ്യുക. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലെ ശുചിമുറികളുടെ ശുചിത്വം ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ വെള്ളം ആവശ്യത്തിന് ലഭ്യമാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് മാനസികാരോഗ്യം തന്നെയാണ്. കുട്ടികളുടെ മാനസികാരോഗ്യം ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നു. പെട്ടെന്നൊരു സാഹചര്യത്തിൽ നിന്ന് വേറൊരു സാഹചര്യത്തിലേക്ക് മാറുന്ന സ്ഥിതിക്ക് കുട്ടികളിൽ മാനസിക പിരിമുറുക്കം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കുക, അവരുടെ ആശങ്കകൾ കേൾക്കുക, ഉറക്കവും വിശ്രമവും ഉറപ്പുവരുത്തുക. എട്ടാമത്തെ പോയിന്റ്, പനി, ജലദോഷം, ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ കുട്ടികളിൽ കണ്ടുവരികയാണെങ്കിൽ അത് മാറിയതിന് ശേഷം മാത്രം സ്കൂളിലേക്ക് അയക്കുക. ഇല്ലെങ്കിൽ ആയുർവേദത്തിൽ പറയുന്നത് പോലെ പുനരാവർത്തക ജ്വരം ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു പനി മാറുന്നതിന് മുമ്പ് നമ്മൾ സ്കൂളിൽ പറഞ്ഞയക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ക്ഷീണം ഉണ്ടാവാനും പിന്നീട് വീണ്ടും പനിക്കാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നു. അതുകൊണ്ട് പൂർണ്ണമായും മാറ്റി പനി മാറിയതിനു ശേഷം മാത്രം കുട്ടികളെ സ്കൂളിൽ അയക്കുക. അത് മറ്റു കുഞ്ഞുങ്ങളിലേക്ക് പനി വരാതിരിക്കുവാനും സഹായിക്കുന്നു. താങ്ക് യു.